ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സോളാർ കിറ്റിൻ്റെയാണ്. ഈ സോളാർ കിറ്റ് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6-in-1 ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് തരം ഇതുണ്ട്. ഒന്ന് നമ്മുടെ വിൻമില്ലുണ്ട്, സോളാർ റിവോൾവിംഗ് പ്ലെയിന്, സോളാർ ബോട്ടുണ്ട്, പ്ലെയിനുണ്ട്, സോളാർ കാറും സോളാർ പപ്പിയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അൺബോക്സ് ചെയ്യാണ്. ഇത് ഇത്രയാണ് നമ്മളുടെ സോളാർ കിറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 600 സംതിങ് ആണ്. പിന്നെ ഓൺലൈനിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടും. പിന്നെ ഇത് നമ്മുടെ സോളാറും മോട്ടറും. ഇത് നമുക്ക് ഈ ജോയിൻ്റ് ആയിട്ടല്ല തരുന്നത്, നമ്മൾ ഫിക്സ് ആക്കാനുള്ളതാണ്. ഞാനിപ്പോൾ ഫിക്സ് ആക്കിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ല സഹായിക്കും. പിന്നെ ഇത് 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കുള്ളതാണിത്. നമ്മൾ ഫസ്റ്റ് സോളാർ വിൻഡ് മില്ല് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് വിൻഡ് മില്ലിനുള്ളത് എടുക്കുന്നത്. ഞാൻ ഫിറ്റ് ചെയ്യാം. നമ്മളിതാ ഈ സാധനം എടുത്തിട്ട് കയറ്റണം. വെയിലടിച്ചപ്പോൾ ഇത് വർക്കാവുന്നു. ഗൈസ് അത് വെയിലടിക്കുന്നുണ്ട്, മോട്ടർ താനെ വർക്കാവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഗൈസ് നമ്മൾ മോട്ടറിൽ ഈ ഭാഗം ഇങ്ങനെ കെടുപ്പിക്കുന്നു. ഇത് നമ്മൾ മോട്ടറിൻ്റെ അടിഭാഗത്ത് ഈ ഹോളുണ്ട്. ഈ ഹോള് നമ്മൾ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഗൈസ് ഇവിടെ വയർ വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ നമ്മൾ ഓരോ വയർ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സോളാർ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ സോളാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലോ ഇങ്ങനെ വേണമെങ്കിലോ ഒക്കെ വയ്ക്കാം. ഇപ്പം വെയിലില്ല ഗായ്സ്. അപ്പോൾ വെയിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. 2000 years later. നമ്മളെ വിൻഡ് മില്ല് ആണ്ട് നല്ലതുപോലെ കറങ്ങുന്നുണ്ട്. കണ്ടോ ഗൈസ്? ഇത് വിൻഡ് മില്ല് നല്ലപോലെ കറങ്ങണമെങ്കിൽ നല്ല വെയിൽ വേണം ഗൈസ്. ഇത് ഓവർ പവർ ആകുന്നത് നല്ല വെയിൽ അത്യാവശ്യമാണ്. ഇങ്ങോട്ടൊന്ന് വെച്ച് നോക്കാം. കണ്ടോ ഗൈസ് എന്തൊരു സ്പീഡിനാണ് കറങ്ങുന്നത്. ചെറിയ വെയിലൊക്കെ ആണെങ്കിൽ കറങ്ങത്തില്ല ഗൈസ്. ചുമ്മാ മോട്ടർ വെക്കുകയാണെങ്കിൽ കറങ്ങും, അല്ലാതെ വിൻഡ് മില്ലിൻ്റെ ചിറക് വെച്ച് കഴിഞ്ഞാൽ കറങ്ങത്തില്ല. ഈ ടർബൈൻ ഭയങ്കര വലുതായതുകൊണ്ട് ഒരുപാട് എനർജി വേണം കറങ്ങണമെങ്കിൽ, ഹീറ്റും വേണം. നമുക്ക് ടോർച്ച് വെച്ച് വേണമെങ്കിൽ വർക്കാക്കിപ്പിക്കാം. വെയിൽ പോയി ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളുടെ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് റിവോൾവിംഗ് പ്ലെയിനാണ്, സോളാർ. അപ്പോൾ ഗൈസ് അതിനുള്ള സാധനങ്ങൾ എന്ന് പറയാൻ നേരത്തെ എടുത്ത വിൻഡ് മില്ലിൻ്റെ സാധനം വേണം. പിന്നെ നമ്മളെ മോട്ടറും സോളാറും, പിന്നെ നേരത്തെ നമ്മുടെ സോളാർ കണക്ട് ചെയ്യുന്ന സാധനം ശിവ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ പോലത്തെ സാധനമാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ള സാധനം കൂടെ കിട്ടും. അത് നമ്മളിതാ ഇവിടെ ഒരു സാധനം അതുമായിട്ട് കണക്ട് ചെയ്യണം. അത് ചെറിയ സ്ഥലമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചെറിയ സ്ഥലത്ത് വേണം ഇത് കണക്ട് ചെയ്യാൻ. കുറച്ച് സമയം മതി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ. 5 മിനിറ്റ് മതി. നമ്മളെ ഈ റിവോൾവിംഗ് പ്ലെയിൻ അതാ ഇവിടെ ആയിട്ട് ഫിക്സ് ചെയ്യണം. 5 മിനിറ്റ് വേണ്ട ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ സോളാർ ഫിറ്റ് ചെയ്യാനുള്ള കണക്ടർ അതിവിടെ വെച്ചിട്ട് നമ്മളെ സോളാർ എടുത്ത് ഇവിടെ വയ്ക്കണം. സോളാർ കണക്റ്റ് ആയി. എന്നിട്ട് നമ്മളിതാ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. അത് നമ്മളെ ഈ തുമ്പ് കണക്ട് ചെയ്യണം. അത് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്, റിവോൾവ് ആവും. എന്നാലും നമ്മൾ ഒരു സ്ഥലം താന്നല്ലേ ഇരിക്കുന്നത് ഗായ്സ്.
ഈ പ്ലെയിനിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് ലേസറിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട് ഗൈസ്. അത് നമ്മളിതാ തുമ്പത്തിട്ട് കൊടുക്കണം ഗൈസ്. 2 ബാറ്ററി വേണം. അപ്പോൾ ഇത് വെയിറ്റ് ബാലൻസ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് പറയത്തില്ല, എന്നാലും അത് കറങ്ങുമ്പോൾ കറക്റ്റ് ആവും. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിൻ്റെ വിങ്ങും ആ പ്രൊപ്പല്ലറുമാണ് വേണ്ടത് ഗൈസ്. നമ്മളിതാ അത് ഇവിടെ ഫിറ്റ് ചെയ്ത് പ്രൊപ്പല്ലർ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കിനി ടെസ്റ്റ് അടിക്കാം. ഇപ്പോഴും വെയിലുണ്ട്, വെയിൽ ചതിച്ചില്ല, അത് കറങ്ങുന്നുണ്ട്. ഈ ക്യാമറയിൽ കൂടെ ആ പ്രൊപ്പല്ലർ പതുക്കെ കറങ്ങുന്ന കണക്ക് തോന്നുമെങ്കിലും അത് സത്യത്തിൽ നല്ല സ്പീഡിനാണ് കറങ്ങുന്നത്. ക്യാമറയിൽ കൂടെ അങ്ങനെ കാണത്തുള്ളൂ, പതുക്കെ കറങ്ങുന്ന പോലെ. അതിത് ഓവർ പവേർഡ് ആയി ഗൈസ്, നല്ല സ്പീഡിന് കറങ്ങുന്നുണ്ട് ഇത്. അപ്പോൾ ഗൈസ് നമ്മൾ സോളാർ റിവോൾവിംഗ് പ്ലെയിൻ ഉണ്ടാക്കി. അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് സോളാർ പ്ലെയിൻ ആണ് ഗൈസ്. അതിനുള്ള സാധനങ്ങൾ നമ്മൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത്ര സാധനമാണ് വേണ്ടത്. നേരത്തെ എടുത്ത ബോട്ടിൻ്റെ കഷ്ണവും പിന്നെ ആ പ്ലെയിൻ അതേപോലെ തന്നെ എടുക്കണം ഗൈസ്. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ സാധനം ഇത് ഗൈസ് നമ്മൾ പ്ലെയിനിൻ്റെ ബോട്ടിൻ്റെ സാധനം എടുത്തിട്ട് നമുക്ക് ഇടയ്ക്ക് 2 ഹോളുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഹോളിൽ തന്നെ ഇത് കയറ്റി കൊരുത്തണം. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. നമ്മുടെ പ്ലെയിൻ എടുക്കണം. പ്ലെയിൻ എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം. ആ ഹോളിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഹോളിൽ അങ്ങനെ ഇരിക്കും. നമുക്ക് സോളാർ ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടർ ക്ലാമ്പ് എടുക്കണം. അത് ഒന്നാമത്തെ സംഭവത്തിൽ വെക്കണം. രണ്ടാമത്തെ സംഭവത്തിൽ നമ്മളിതാ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഗൈസ്. ഗൈസ് കാണിച്ചു തരാം. ടെസ്റ്റ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. വെയിലില്ലെന്നൊക്കെ വിചാരിച്ചെങ്കിൽ വെയിൽ വന്നു. നല്ലപോലെയാണ് കറങ്ങുന്നത് ഗൈസ്. ഇത് നമ്മളെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതങ്ങനെ തോന്നുകയാണ് ഗൈസ്. ഭയങ്കര സ്പീഡിനാണ് കറങ്ങുന്നത് ഗൈസ്. അപ്പോൾ ഇതും വർക്കിംഗ് ആയി. നമ്മൾ 3 സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത് നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സോളാർ ബോട്ടാണ്, എയർ ബോട്ട്. അപ്പം നമ്മൾ കാണിച്ചു തരാം അതിനുള്ള സാധനങ്ങൾ. നമുക്ക് ഈ 2 സംഭവങ്ങൾ വേണം. ഇത് വേണം, ഞാൻ നേരത്തെ എടുത്തത്. പിന്നെ ഈ 2 സെയിം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ 2 ഹോളുള്ളതാണ് ഗൈസ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഈ സാധനം എടുക്കണം, കാറിൻ്റെ ബോഡി. ഇത് നമുക്കിതാ ഇവിടെ 2 ഹോളുണ്ട് ഗൈസ്. നമ്മൾ ഈ ബോട്ടിൻ്റെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പം ഇവിടെ കണക്റ്റ് ആയിട്ടിരിക്കും ഗൈസ്. നമുക്ക് ഈ സാധനം ഈ ഹോളുള്ളതാണ് ഗൈസ്. നമുക്ക് ഇവിടെ വയ്ക്കണം, ടൈറ്റായിട്ട് വയ്ക്കണം ഗൈസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വെക്കുന്നത് നമ്മളവിടെ. നമ്മൾ സെയിം രണ്ടാമത്തതും വെച്ചു ഗൈസ്. എന്നിട്ട് ഇതാണ് എടുക്കുന്നത്, നേരത്തെ എടുത്തത്. നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ നമ്മളുടെ പകുതി പണിയും പൂർത്തിയായിരിക്കുന്നു ഗൈസ്. ഈ മോട്ടർ സോളാർ ഗൈസ്. എപ്പോഴും നമ്മൾ ഇതല്ലേ ഫ്രണ്ടിൽ എടുക്കുന്നത്. ഇപ്പം ഇതാണ് ഫ്രണ്ടിൽ എടുക്കേണ്ടത് ഗൈസ്. എന്നാലേ ബോട്ട് മുമ്പിലോട്ട് ഓടത്തുള്ളൂ. അല്ലെങ്കിൽ പുറകോട്ട് പോകും ഗൈസ് ബോട്ട്. നമ്മളിതാ ആ 3 സാധനം ഈ 3 ഹോളിൽ കയറ്റണം. 3 ഹോളുണ്ട്. തിരിച്ചതേപോലെ കയറണം. ഈ പാടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പല്ലർ അടുത്ത നമ്മളെ പ്രൊപ്പല്ലറുണ്ട്. ഇതല്ല ഇതാ ഗൈസ്. ഈ പ്രൊപ്പല്ലറാണ് വേണ്ടത് ഗൈസ്. ഈ പ്രൊപ്പല്ലർ നമുക്ക് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം ഗൈസ്. ഇവിടെ പൊട്ടിയില്ല, അത് ഫിറ്റ് ചെയ്യണം. അത് ഊരിപ്പോയി ഗൈസ്. അതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളെ സോളാർ നമുക്ക് ഇവിടെ ക്ലാമ്പ് വേണം. അത് വെച്ചാണ് സോളാർ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടെങ്കിൽ സോളാർ കണക്ട് ആയിട്ട് ഇരിക്കുള്ളൂ. ഇത് ടാസ്ക്കാണ്. വെയിൽ വന്നു
വെള്ളത്തിൽ ഓടുന്നത് കാണിച്ചു തരാം ഗൈസ്. ബാക്കി ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം. നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. അങ്ങ് എടുത്തുകൊണ്ട് വയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഫാനിൻ്റെ വിങ് ഉണ്ടല്ലോ ഗൈസ്, ഇത് നമുക്ക് ഇതായി രണ്ടാമത്തെ സ്ഥലത്ത് കണക്ട് ചെയ്യണം. എന്നാലേ ഇത് നല്ലപോലെ ഓടത്തുള്ളൂ ഗൈസ്. മുങ്ങിപ്പോവില്ലെങ്കിൽ ഗൈസ് മുങ്ങി കറങ്ങി ഗൈസ്. പയ്യെ ഓടു, കണ്ടോ ബോട്ട് പോകുന്നതാണ്. അധികം സ്ഥലമില്ല, നമുക്ക് വലിയ നല്ല വെയിലായി. ഓവർ പവേർഡായിട്ട് കറങ്ങുകയാണ്. ശിവ നല്ല കുട്ടിയായിട്ട് ഇവിടെ വെള്ളം പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം, വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇത് നേരായിട്ട് വേണം ബോട്ടിടാൻ. അല്ലെങ്കിൽ ഈ തിരമാല ഉള്ള സമയത്ത് ഈ ബോട്ട് മുങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്, അത്രയും വെയിറ്റ് ഉണ്ടായോണ്ടേ. ഓക്കെ, അപ്പോൾ അത് പൂർത്തിയായി. അടുത്ത നമുക്ക് വേറെ ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമ്മളുടെ സോളാർ പപ്പിയാണ് ഗൈസ് അടുത്ത് ഉണ്ടാക്കുന്നത്. ഇത് അതിന് വേണ്ടി ഗൈസ് നമ്മുടെ നേരത്തെ എടുത്ത ഇതാണ് മെയിൻ സാധനം പപ്പിയുടെ. പിന്നെ നമുക്ക് നാല് കാലും, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കാറിൻ്റെ ബോഡിയും വേണം. പിന്നെ നമ്മുടെ മോട്ടറും സോളാറും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, എന്നാലും എളുപ്പമാണ് ഗൈസ്. ഇത് നമ്മളിതാ ഇവിടെ ഒരു ഹോളില്ലേ ഗൈസ്, അത് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യണം ഗൈസ്. തിരിച്ച് കണക്ട് ചെയ്യണം ഗൈസ്. എന്നിട്ട് അതിന് മണ്ടയിൽ അല്ല ഇതിപ്പോഴേ കണക്ട് ചെയ്യണ്ട. നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ കണക്ട് ചെയ്യാം. കാലുകൾ ഇത്തിരി പാടാണ് കണക്ട് ചെയ്യാൻ, ഇത്തിരി സമയം എടുക്കും കണക്ട് ചെയ്യാൻ. 4 കാല് കണക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ 2 കാല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കാലും കൂടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മോട്ടറിൽ ഈ സംഭവം വേണം ഗൈസ്. ഇവിടെ കണ്ടോ ഹോള്, ഞാൻ പറഞ്ഞില്ലേ ആ ഹോള് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. ആ വിങ്സിൽ കണക്ട് ചെയ്യണം. ഇപ്പാടാം ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. അതാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഈ പ്ലെയിൻ ഈ ഹോളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. അതാണ് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ കണക്ടറാണ് വേണ്ട, സോളാർ കണക്ടർ. ഈ കണക്ടർ എത്തി വെക്കാൻ പാടാണ് ഗൈസ്. പപ്പിയുടെ തലയാണ് സോളാർ ഗൈസ്. ഇങ്ങനെ വയ്ക്കുക ഗൈസ്, ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ വയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. വെയിൽ പോയിട്ടുണ്ട്, മഴ വരാൻ പോകുന്നു, അതുകൊണ്ട് പെട്ടെന്നെല്ലാം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ സോളാർ പപ്പിയുടെ തല ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ മെയിൻ പാർട്ടാണ് അവസാനത്തത്. ഇതാ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തു ഗൈസ്. നമുക്ക് വെയിലായിട്ടുണ്ട്. വെയിലില്ലെന്ന് വിചാരിച്ച്, പക്ഷേ വെയിലുണ്ട് ഗൈസ്. പപ്പിയുടെ വാല് മാത്രമേ കറങ്ങത്തുള്ളൂ ഗൈസ്, അതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. പപ്പീനെ പോയി പക്ഷേ ഇത് നല്ല വെയിലുണ്ടെങ്കിൽ ഗൈസ് ഹെലികോപ്റ്റർ ആണെങ്കിൽ ഇത് സ്പീഡിന് വെയിൽ പോയി ഇങ്ങനെ കറങ്ങും ഗൈസ്, ഇങ്ങനെ കറങ്ങും. റൊട്ടേറ്റ് ചെയ്യും ഗൈസ്. ഇപ്പോൾ കറങ്ങുന്നുണ്ട്, വാല് സ്പീഡിന് കറങ്ങുന്നു ഗൈസ്. അത്രേ ഉള്ളൂ പപ്പിയുടെ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് അടുത്ത സോളാർ സ്പീഡിനായപ്പോൾ കണ്ടോ ഗൈസ്. ഓവർ പവർ ആകുമ്പോൾ അത് ചെറുതായിട്ട് നടക്കാനൊക്കെ ഇപ്പം റിവേഴ്സ് നടക്കുകയാണ്. അതാണ് അതിൻ്റെ ഫങ്ഷൻ. റിവേഴ്സ് നടക്കും ഇത് ഓവർ പവേർഡ് ആകുമ്പോൾ. അടുത്ത നമുക്ക് കാറ് ചെയ്യാം വെയിൽ പോകുന്നതിന് മുമ്പ്. കാർ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ വെയിലില്ലാത്തോണ്ട് ഗൈസ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, ക്യാമറ പെട്ടെന്ന് ഓഫായി പോയി. ടോർച്ച് വർക്കാവുന്നില്ല. ടെസ്റ്റ് ചെയ്യണം ഗൈസ്. വർക്കായി ഗൈസ്. ഇത് തറ വെച്ചാൽ ഗ്രിപ്പ് കിട്ടാത്തോണ്ട് ഓടൂല, അതുകൊണ്ടാണ് ഇപ്പൊ വെയിലില്ലാത്തോണ്ടാണ്. ഫുള്ള് മഴ പെയ്യാറായി നിൽക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടാകുന്ന അറിഞ്ഞൂടെ. ഇപ്പൊ മഴ പെയ്യുന്ന നല്ല കാറ്റൊക്കെയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സോളാർ കിറ്റിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.